പാലക്കാട് മൂത്താൻതറയിൽ സ്കൂളിന് സമീപം പന്നിപ്പടക്കം പൊട്ടിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ. ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമം നടന്നതായി സംശയിക്കുന്നു. പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്ന് കണ്ടെത്തണം. കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം നടക്കാൻ പോകുമ്പോഴാണ് ഇത്തരമൊരു സംഭവമെന്നും പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും നടക്കാത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇന്ന് നടന്ന സംഭവം തീർച്ചയായിട്ടും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുക. ഗണേശോത്സവം വളരെ അതിഗംഭീരമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം നടക്കുന്നൊരു നഗരമാണ് പാലക്കാട് നഗരം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 10,000 അണിനിരക്കുന്ന ഗണേശോത്സവം നടക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള പാലക്കാട് നഗരത്തിൽ, അതും RSSന്റെയും BJPയുടെയും മുഴുവൻ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുക. ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെടുകയാണ്, വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തണം. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് മൂത്താൻതറയിൽ സംഭവിച്ചത്? നീലിമ, ഇന്ന് വൈകിട്ടോടുകൂടെയാണ് പാലക്കാട് മൂത്താൻതറയിലെ ദേവി വിദ്യാനികേതൻ സ്കൂളിൽ അവിടുത്തെ ഒരു കുട്ടിക്ക് പന്നിപ്പടക്കത്തിൽ നിന്നും അത് പൊട്ടി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം ഒരു പന്നിപ്പടക്കവും പിന്നീട് 3-4 പന്നിപ്പടക്കങ്ങളും ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. അത് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു വ്യക്തത ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിസ്സാര പരിക്കാണ് ഏറ്റിരിക്കുന്നത് ഈ കുട്ടിക്ക് എന്നുള്ളതാണ്. പ്രദേശവാസിയായ ഒരു 10 വയസ്സുകാരനാണ് ഈ പന്നിപ്പടക്കം തട്ടി പരിക്കേറ്റിരിക്കുന്നത്. പന്നിപ്പടക്കം കണ്ടപ്പോൾ അത് കല്ലുകൊണ്ട് ഈ കുട്ടി കുത്തുകയായിരുന്നു. തുടർന്ന് അത് പൊട്ടിയിട്ടാണ് കുട്ടിക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ BJP വലിയ ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയം ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം പാലക്കാട് നഗരത്തിൽ അടുത്തായി നടക്കാൻ പോവുകയാണ്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റ് സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ വലിയ ശക്തിയുള്ള ഒരു മേഖലയാണ് ഈ മൂത്താൻതറ എന്നുള്ളത്. ആ മൂത്താൻതറയിൽ തീർത്തും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകുന്ന ആ പ്രദേശത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. അത് ബോധപൂർവം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചതാണോ, ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഇതിലൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.